മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിശുദ്ധ ജോൺ ഫിഷറിലൂടെ അവിടുന്ന് സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള വരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ വിശുദ്ധൻ്റെ വാക്കുകൾ കേൾക്കാം. വെളിപാട് 2:10. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ജീവിതത്തിലും മരണത്തിലും ദൈവം സമ്മാനിക്കുന്ന കിരീടം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണത്തിലുള്ള ഒരു ജീവിതമായിരുന്നു വിശുദ്ധ ജോൺ ഫിഷറിൻ്റേത്. 1491 വൈദികനായി, മൈക്കൽ ഹൗസിൻ്റെ പ്രിൻസിപ്പളായി, സർവകലാശാലയുടെ ചാൻസലറായി, അധികം താമസിക്കാതെ മെത്രാൻ പദവി നൽകി അഭിഷിക്തനാകുകയാണ് ചെയ്തത്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു ദരിദ്രമായിരിക്കുന്ന ഒരു ഇടവകയിലെ റോച്ചസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. ദരിദ്രരോടുണ്ടായിരുന്ന അതീവ സ്നേഹമാണ് ഈ വിശുദ്ധനെ ഈ ദരിദ്രമായ നാട്ടിലേക്ക് അജപാലന ദൗത്യത്തിന് പോകാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗത്താൽ അനേകരെ മാനസാന്തരത്തിലേക്കും സുഹൃതത്തിലേക്കും മാടി വിളിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഹെൻറി 8 ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ തലവൻ താനാണെന്നും അപ്രകാരം എല്ലാവരും ശപഥം ചെയ്യണമെന്ന് ആജ്ഞാപിച്ചു. രാജകൽപ്പന പ്രജകൾ എല്ലാവരും ശപഥം ചെയ്ത് സ്വീകരിച്ചു. എന്നാൽ വിശുദ്ധ ജോൺ ഫിഷർ അതിനെ സധൈര്യം എതിർത്തു. വിശുദ്ധനെ അധികം താമസിക്കാതെ കാരാഗ്രഹത്തിലടച്ചു, സ്വത്തുക്കൾ കണ്ടുകെട്ടി. ദീർഘനാൾ കാരാഗ്രഹത്തിലെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. 1535 ജൂൺ 22 വധശിക്ഷയ്ക്ക് കൽപ്പന കൊടുത്തു. അന്ത്യനിമിഷത്തിലും സമാധാനപൂർണമായി അദ്ദേഹം ജീവിതത്തെ മുന്നോട്ട് നയിച്ചു. വധസ്ഥലത്തേക്ക് പോകുമ്പോൾ തൻ്റെ രാജ്യത്തിന് വേണ്ടിയും രൂപതയ്ക്ക് വേണ്ടിയും രാജാവിന് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വധക്കളത്തിലേക്ക് നീങ്ങിയത്. അടുത്ത നിമിഷത്തിൽ മഴുകൊണ്ട് ആ വിശുദ്ധൻ്റെ തല വിച്ഛേദിക്കപ്പെട്ടു. ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിനു വേണ്ടി തിരുസഭയോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമായിട്ട് രാജാവിൻ്റെ അപ്രീതി ഉണ്ടാകുകയും രാജാവ് വകവരുത്തുകയും ചെയ്തു. വിശ്വാസത്തിനെതിരായ പരീക്ഷകൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകുമ്പോൾ ഉറച്ചു നിൽക്കുവാനും അത് പ്രഘോഷിക്കാനുള്ള വരം സർവ്വ മക്കൾക്കും ഉണ്ടാകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മൻ്റെ സഹവാസം നാം എല്ലാവരിലും വിശുദ്ധ ഫിഷറിലൂടെ വിശ്വാസത്തിൻ്റെ ഒളിമങ്ങാത്ത വലിയ ശക്തി നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും വ്യാപരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.